നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സർ, ഗാസയുടെ വെടിനിർത്തലിനായി ട്രംപിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹമാസിലെ കുറച്ച് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഇന്നലെ ഉണ്ടായത്. ശരിക്കും ഇതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പുറം ലോകം ചിന്തിക്കുന്നത്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആക്രമണമാണ്. ട്രംപിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ ഒരുമിച്ച് കൂടിയത്. ശരിക്കും ട്രംപ് ഒറ്റുകൊടുത്തതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഈ ആക്രമണം എങ്ങനെയാണ് സംഭവിച്ചത്? അപ്രതീക്ഷിതമെന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ പൊതുവെ ഇത്തരത്തിലുള്ളതാണ്. ഇസ്രായേൽ ലോകത്തിനൊപ്പം ചിന്തിക്കുന്ന ഒരു രാജ്യമല്ല, ലോകത്തിന് മുന്നേ ചിന്തിക്കുന്ന ഒരു രാജ്യമാണ്. പലപ്പോഴും ആക്രമണങ്ങളുടെ കാര്യത്തിൽ, കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ ഇസ്രായേൽ ലോകത്തിന് മുന്നേ സഞ്ചരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ജെറുസലേമിൽ ഒരു വലിയ ആക്രമണം നടന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തു. മണിക്കൂറുകൾക്കകം നമ്മൾ കേൾക്കുന്നത് ഖത്തറിലെ ദോഹയിലുള്ള ഖത്താര എന്ന സ്ഥലത്ത് അവിടെ ഹമാസിൻ്റെ നേതാക്കൾ താമസിച്ചിരുന്ന ഒരു കെട്ടിടം വലിയ സ്ഫോടനത്തിൽ തകരുന്ന ദൃശ്യങ്ങളാണ്. പിന്നീട് പുറത്തേക്ക് കേൾക്കുന്ന വാർത്തകൾ തുടർ സ്ഫോടനങ്ങൾ അതിശക്തമായി ദോഹയിൽ ഈ കെട്ടിടത്തിന് നേർക്ക് നടന്നു. ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്ന ഈ കെട്ടിടം ഇസ്രായേൽ വളരെ കൃത്യതയാർന്ന ആസൂത്രണത്തിലൂടെ ആക്രമിക്കുകയായിരുന്നുവെന്ന വാർത്ത. മുൻപ് ഹമാസിൻ്റെ മേധാവി ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. പക്ഷേ ആ ആക്രമണത്തിൻ്റെയോ കൊലപാതകത്തിൻ്റെയോ ഉത്തരവാദിത്വം അന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തില്ല. അതിനുള്ള കാരണം ഇസ്രായേലിൻ്റെ മൊസാദായിരുന്നു ആ ഓപ്പറേഷൻ്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തത്. മൊസാദിൻ്റെ ഒരു അലിഖിത നിയമമുണ്ട്. ഏതെങ്കിലും രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയാൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടരുത് എന്നൊരു ലിഖിത നിയമമുണ്ട്. അതിൻ്റെ തുടർച്ചയായിരുന്നു ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ പുലർത്തിയ നിശബ്ദത. 5 മാസങ്ങൾക്ക് ശേഷമാണ് ഹനിയ വധിക്കപ്പെട്ടത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തത്. ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഇതിന് പിന്നിൽ ഇസ്രായേലാണെന്നും IDF ആണെന്നും പരസ്യമായ രഹസ്യമാണെങ്കിലും ഇസ്രായേൽ ഔദ്യോഗികമായി ഇക്കാര്യം ഏറ്റത് 5 മാസങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ ഇന്നലെ ഖത്തറിലെ ദോഹയിലെ ഈ ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേർക്ക് അതിശക്തമായ ആക്രമണം നടത്തിയ ഇസ്രായേൽ മിനിറ്റുകൾക്കകം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്ന് ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞു. അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുക്കുന്നു. ഈ ഒരു വ്യത്യാസം, ഇവിടെ ഇസ്രായേൽ പുലർത്തിയ ആ പ്രിസിഷൻ, ഇസ്രായേൽ മണ്ണിൽ നിന്ന്, ഇസ്രായേലിൻ്റെ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത് ഏകദേശം 15 പോർജെറ്റുകളാണ്. അതിൽ 10 പോർജെറ്റുകളിൽ ഘടിപ്പിച്ച അതിമാരകമായ മിസൈലുകളാണ് ദോഹയിലെ ഈ ഹമാസ് കെട്ടിടത്തിൽ പതിച്ചത്. കെട്ടിടത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഏതെങ്കിലും തലത്തിൽ ആ കെട്ടിടത്തിന് ഭൂഗർഭ സംവിധാനങ്ങളുണ്ടെങ്കിൽ അതടക്കം തകർക്കുന്ന നിലയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ ഒരു ഔദ്യോഗിക മാധ്യമങ്ങളുടെ ഒരു വിശദീകരണം പുറത്തു വരുന്നു. ഇതിൽ ഹമാസ് തലവൻ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടില്ല. ഹമാസ് മേധാവിയുടെ മകൻ ഹുമാം കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഹമാസിൻ്റെ മേധാവി കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഇസ്രായേലിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആക്രമണം അതിഭീകരമായിരുന്നു. ഈ ആക്രമണത്തിൽ അവർ ലക്ഷ്യമിട്ടത് ഹമാസിൻ്റെ മേധാവി, ഹമാസിൻ്റെ പൊളിറ്റിക്കൽ വിങ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ഖാലിദ് മിഷാൽ തുടങ്ങിയ ശക്തരായ നേതാക്കളെയാണ്. ഈ നേതാക്കൾ വളരെ കാലങ്ങളായി ഖത്തറിൻ്റെ മണ്ണിൽ സുരക്ഷിതരായി കഴിയുന്നു. മറുവശത്ത് ഗാസ മുനമ്പിലെ പാവപ്പെട്ട ഹമാസ് അനുയായികളും ഹമാസ് പോരാളികളുമൊക്കെ യാതൊരുവിധ ജീവിത നിലവാരവുമില്ലാതെ തെരുവുകളിൽ കിടന്ന് ഇസ്രായേൽ സേനയുമായി പോരാടുന്നു. ഗാസയിലെ ജനങ്ങൾ ദുരിതവും അനുഭവിക്കുന്നു. ഖാലിദ് മിഷാലിൻ്റെ ആസ്തിയെക്കുറിച്ച് ഖാലിദ് മിഷാലിൻ്റെ ആസ്തിയെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 26,000 കോടി രൂപയുടെ ഇയാളുടെ പ്രൈവറ്റ് ജെറ്റിൻ്റെ ഫോട്ടോകൾ, ഇയാളുടെ ആഡംബര സമൃദ്ധമായ ജീവിതം, ഇതൊക്കെ നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തും. അതായത് മാത്രമല്ല, ഹമാസിലെ നേരത്തെ ഇസ്മായിൽ ഹനിയെ കുറിച്ച് സമാനമായ വാർത്തകൾ വന്നിരുന്നു. അയാളുടെ കുടുംബജീവിതം, അയാളുടേത് എന്തിനേറെ നമ്മൾ കണ്ടതാണ്. തുരങ്കങ്ങളിൽ ജീവിക്കുന്ന
യഹിയ സിൻവാറിൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ. എന്നാൽ യഹിയ സിൻവാറിൻ്റെ ഭാര്യയുടെ കയ്യിൽ ലക്ഷങ്ങൾ വിലയുള്ളൊരു ബാഗ് ഇരിക്കുന്ന ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ്. എങ്കിൽ പോലും ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിതൊക്കെ. ശരിക്കും വല്ലാത്ത രീതിയിൽ അമിതമായിട്ടുള്ള ഫണ്ടിങ് ഇവർക്ക് ഹമാസിന് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലേ ഇപ്പോൾ വരുന്നത്. ഇവർ ലോകമാകെ പിരിവെടുത്ത് ഈ നേതാക്കൾ തിന്നുകൊഴുക്കുന്നു. മറുവശത്ത് ഖത്തറിൻ്റെ മണ്ണ് പലവിധ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു. ഈ ഒരു ആശങ്ക മുൻപും ഇസ്രായേൽ ഉയർത്തിയതാണ്. ഇസ്രായേൽ പലവട്ടം ഈ ദോഹയെക്കുറിച്ച്, ഖത്തറിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഹമാസുമായും മറ്റ് ഭീകര ക്യാമ്പുകളുമായി നിരന്തര ആശയവിനിമയം നടത്തുന്ന ഈ ഭീകര കൂട്ടങ്ങളുമായി വലിയ മാനസിക ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഖത്തർ. എന്നാൽ ഖത്തറിൻ്റെ മറ്റൊരു തലമുണ്ട്. അമേരിക്കയെ അവർ ചേർത്ത് പിടിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അടുത്ത കാലത്ത് മനോഹരമായ ജെറ്റ് സമ്മാനിച്ചു. ഖത്തറിൻ്റെ വലിയ ഒരു തലത്തിൽ പ്രതിരോധ സംവിധാനം നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ഇസ്രയേൽ മണ്ണിൽ നിന്ന് ദോഹയിലേക്കുള്ള ദൂരം, മണ്ണിൽ നിന്ന് എന്ന് പറയാൻ പറ്റത്തില്ല, വ്യോമ ദൂരം 1788 കിലോമീറ്ററാണ്. ടെല്ലവീവിൽ നിന്നും പറന്നുയരുന്ന പോർജെറ്റുകൾ ദോഹയിലെത്തണമെങ്കിൽ 1800 കിലോമീറ്ററുകൾ പറക്കണം. ആദ്യ കടമ്പ എന്ന് പറയുന്നത് ജോർദാനാണ്. ജോർദാൻ്റെ എയർ സ്പേസ് കടന്നു വേണം അവർക്ക് സൗദിയുടെ എയർ സ്പേസിലേക്ക് കടക്കാൻ. പിന്നെ വിശാലമായ സൗദി വ്യോമ മേഖലയാണ്. അവിടെയൊന്നും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ, സൗദി അറേബ്യയുടെ റഡാറുകളിൽ പെടാതെ എങ്ങനെ ഖത്തറിലെത്തി ഇത്ര കൃത്യമായ ആക്രമണം നടത്തി ഈ പോർജെറ്റുകൾ മടങ്ങി? അത് ഇസ്രായേലിൻ്റെ കഴിവിനെ സ്തുതിക്കുമ്പോൾ മറുവശത്ത് ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ ഇടപെടലുകൾ മാത്രമല്ല, അമേരിക്കയുടെ പങ്കിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്നു. സൗദി അറേബ്യയുടെ വ്യോമമേഖല അമേരിക്കൻ സുരക്ഷയിലാണ് കഴിയുന്നത്. അപ്പോൾ സൗദിയുടെ വ്യോമമേഖലയിലൂടെ ഇസ്രായേലിൻ്റെ പോർജെറ്റുകൾ പറക്കണമെങ്കിൽ അതൊരു പക്ഷേ അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു ഈ ആക്രമണത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ ട്രംപിൻ്റെ ചില മുന്നറിയിപ്പുകളും ഭീഷണികളും ഒക്കെ ചേർത്ത് വായിക്കണം. ട്രംപ് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപും അമേരിക്കയും ഒരുക്കിയ ഒരു ചതിക്കണിയാണോ ദോഹയിലെ ഈ കൂട്ടക്കുരുതി എന്ന് വേണം സംശയിക്കാൻ. കാരണം ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ഒരുക്കം, ട്രംപിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ ഹമാസ് നേതാക്കൾ ഒത്തുചേരുന്നു. ആദ്യവട്ടം ഹമാസ് നേതാക്കൾക്കിടയിൽ ഒരു സമവായത്തിന് വേണ്ടിയുള്ള ചർച്ചകളാണ് അവർ ആ കെട്ടിടത്തിനുള്ളിൽ നടത്തിയിരുന്നതെന്നാണ് ഇപ്പോൾ പുറമേക്ക് വരുന്ന വാർത്തകൾ. അതേ സമയത്ത് വളരെ കൃത്യതയോടെ ഹമാസ് നേതാക്കൾ മാത്രമുള്ള ഘട്ടത്തിലാണ്. ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് ഖത്തറിൻ്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഖത്തർ ജനങ്ങളെ കൊലപ്പെടുത്തിയില്ല, ഖത്തറിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ടില്ല. ഇത്ര കൃത്യതയോടെ ആസൂത്രണ മികവിൽ ഒരു പ്രിസിഷൻ അറ്റാക്ക് അത് ലോകത്ത് ഇസ്രായേലിന് മാത്രമേ കഴിയൂ. കാരണം ഇസ്രായേലിൻ്റെ ഒരു കരുത്തിനെയാണ് ഒരിക്കൽ കൂടി അവർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തങ്ങളുടെ ശത്രുക്കൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഒളിച്ചാലും അവരെ തേടിപ്പിടിച്ച് വകവരുത്തിയിരിക്കുമെന്ന് ഇന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു. IDF ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു. ലോകത്തൊരു കോണിലും ഞങ്ങളുടെ ശത്രുക്കൾ സുരക്ഷിതരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്രായേൽ ഹമാസ് നേതാക്കളെ ഉന്നം വയ്ക്കുമ്പോൾ അവർ വ്യക്തമായ ഒരു സന്ദേശം ഇപ്പോൾ ഹമാസിന് നൽകുന്നു, ലോകത്തിന് നൽകുന്നു, അതിലപ്പുറം അറബ് രാജ്യങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ മണ്ണിൽ തീവ്രവാദികളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും സുരക്ഷിതമായിരിക്കില്ല എന്ന മുന്നറിയിപ്പാണ്. ഖത്തർ തിരിച്ചടിക്കുമെന്നൊക്കെ ചില മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കണ്ടു. പക്ഷേ ഖത്തറിനെ കൊണ്ടൊന്നും തിരിച്ചടിക്കാൻ കഴിയില്ല. ഖത്തർ എന്തെങ്കിലും പ്രതിരോധ നടപടികൾ എടുക്കണമെങ്കിൽ, ഒരു തിരിച്ചടി നടത്തണമെങ്കിൽ അത് ഖത്തറിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അമേരിക്കയ്ക്ക് മാത്രമേ കഴിയൂ. അമേരിക്ക തീർച്ചയായും ഇസ്രായേലിനെതിരെ യാതൊരുവിധ പ്രതിരോധ നടപടികളും സ്വീകരിക്കില്ല. ഇപ്പോൾ പൂർണ്ണമായി കൈയൊഴിയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് നെതന്യാഹുവിനാണ് പൂർണ്ണ ഉത്തരവാദിത്വമെന്ന് അദ്ദേഹം പറയുന്നു. ഇതേ കൈയൊഴിയൽ ഇറാൻ ആക്രമണത്തിൽ നമ്മൾ കണ്ടതാണ്. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ തൊട്ടടുത്ത ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നു. ഇറാനെതിരെയുള്ള ആക്രമണത്തിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമാണ് എന്ന്. പക്ഷെ പിന്നീട് ആക്രമണത്തോടൊപ്പം ചേരുന്ന അമേരിക്ക ലോകം കണ്ടു. അപ്പോൾ ഇതൊരു അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ട്രംപ് നടത്തിയ ആഹ്വാനം പൂർണ്ണമായി ഏറ്റെടുക്കുന്ന നെതന്യാഹു, അതിനുവേണ്ട
കൃത്യതയോടെയുള്ള ആക്രമണം, അതാണിപ്പോൾ ലോകം കാണുന്നത്. തീർച്ചയായിട്ടും മൊസാദ് പോലുള്ള ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ ശരിക്കും അതിനൊരു വളം വെച്ച് കൊടുത്ത അല്ലെങ്കിൽ അതിനൊരു സഹായമായിട്ട് നിന്നത് ട്രംപ് തന്നെയായിരിക്കും. കാരണം ഈ ഒരു ഹമാസിൻ്റെ ഒരു യോഗം തന്നെ അത് ഒരു ഒറ്റുകൊടുപ്പ് തന്നെയാണ് എന്നുള്ളതായിരിക്കും നമുക്ക് അതിൽ അനുമാനിക്കാൻ പറ്റുന്നത്. പക്ഷേ അതിനപ്പുറം ഇറാൻ്റെ മേലുള്ള ഇറാൻ അങ്ങോട്ടുള്ള ഒരു ആക്രമണം വിട്ടതുകൊണ്ടല്ല ഇറാന് മേലെ ഇസ്രായേൽ ആക്രമിച്ചത്. ഇപ്പോൾ ഖത്തറിനെ ഒരു പക്ഷേ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു വല്ലാത്ത നീരസമുണ്ട്. തിരിച്ച് ഒരു പക്ഷേ അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു ഒത്തുചേരൽ ഉണ്ടായാൽ ഇസ്രായേലിനെതിരെ വല്ലാത്തൊരു ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയില്ല. അല്ല, മാനുഷിക തലത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് അറബ് രാജ്യങ്ങളുടെ, ഏഷ്യ പസഫിക് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഇന്ത്യൻ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചാൽ 3 വരിയേ ഉള്ളൂ ഇന്ത്യയുടെ പ്രതികരണം ഔദ്യോഗികമായി പുറത്തു വന്നത്. ആ പ്രതികരണത്തിൽ പോലും ഈ ആക്രമണത്തെ അപലപിക്കുകയാണ്. ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ പോലും ആക്രമണത്തെ അപലപിക്കുന്നു. മറുവശത്ത് ഹമാസിനെ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഹമാസിനോട് അല്പമെങ്കിലും ആഭിമുഖ്യം പുലർത്തുന്നത് ഖത്തർ മാത്രമാണ്. മറ്റ് രാജ്യങ്ങളൊന്നും ഹമാസിനോട് ആഭിമുഖ്യം പുലർത്തുന്നില്ല. ഹമാസിൻ്റെ യജമാന സ്ഥാനം അലങ്കരിക്കുന്നത് ഇറാനാണ്. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ വലിയ ജാതീയ പ്രശ്നങ്ങളുണ്ട്. മറുവശത്ത് അവർക്കിടയിൽ ഒട്ടനവധി ഭിന്നതകളുണ്ട്. ശത്രു രാജ്യങ്ങളെ പോലെയാണ് നിൽക്കുന്നത് നേർക്കുനേർ. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പരിപൂർണ കുടക്കീഴിലുള്ള ഹമാസിനെതിരെയുള്ള നീക്കങ്ങൾ അറബ് രാജ്യങ്ങളെ ചൊടിപ്പിക്കത്തില്ല. അറബ് രാജ്യങ്ങൾ ഒരു പൊതു ആശയത്തിൻ്റെ പേരിൽ നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇവിടെ ഇറാനെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം പോലും പുറത്തു വരുന്നില്ല. ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് ഹമാസ് നേതാക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേൽ ആക്രമണം നടത്തും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇറാൻ അതിനെതിരെ വെല്ലുവിളിക്കുന്നില്ല. ഇറാൻ്റെ പ്രതികരണമില്ല, ഇറാൻ്റെ മറുപടിയില്ല. ഇറാൻ ഏറെക്കുറെ നിസ്സംഗതയോടെ ഇതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമാണ് ഇപ്പോൾ വിധിക്കപ്പെട്ടിരിക്കുന്നത്. മറുവശത്ത് ഈ ആക്രമണത്തിൻ്റെ മറ്റു ചില മാനങ്ങളുണ്ട്. ഇതൊരു തീവ്രവാദികളുടെ രഹസ്യ കേന്ദ്രമായിരുന്നില്ല. ഈ കെട്ടിടത്തെക്കുറിച്ച് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ തികഞ്ഞ ബോധ്യമുണ്ട്. അവർ എവിടെ കഴിയുന്നു, എന്താണ് കെട്ടിടത്തിൻ്റെ പ്രത്യേകതയെന്നൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാം. ഖത്തറിൽ ഇപ്പോൾ ഖത്തറിൻ്റേതായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ആ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ കെട്ടിടത്തിനും ഈ ഹമാസ് നേതാക്കൾക്കുമൊക്കെ സുരക്ഷ നൽകിയിരുന്നത്. അവരിൽ നിന്ന് ഈ കെട്ടിടത്തിൻ്റെ വിവരങ്ങളും ഈ കെട്ടിടത്തിൻ്റെ രൂപരേഖയും അതിനുള്ളിൽ ആരൊക്കെയുണ്ട് എന്നുള്ള വിശദാംശങ്ങളുമൊക്കെ വളരെ എളുപ്പത്തിൽ മൊസാദ് പോലൊരു ഏജൻസിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ IDFൻ്റെ പ്രതികരണം മാത്രമല്ല, ഷിൻ ബെറ്റിൻ്റെ ഒരു പ്രതികരണവും പുറത്തു വന്നു. ഞങ്ങളുടെ ആക്രമണം കൃത്യതയോടെ നടപ്പിലാക്കിയെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഭയക്കേണ്ട മറ്റു ചില പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അമേരിക്കൻ ഇസ്രായേൽ അംബാസഡർ ഇത് സംബന്ധിച്ച ശക്തമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അമേരിക്കയിലുള്ള ഇസ്രായേൽ അംബാസഡർ, അമേരിക്കൻ ഇസ്രായേൽ അംബാസഡർ. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ഹമാസ് നേതാക്കൾ ഒട്ടും സുരക്ഷിതരല്ല. അവർ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് പോയാലും ഞങ്ങൾ അവർക്ക് പിന്നാലെ ഉണ്ടാകും. ഇനിയും ഖത്തറിൽ ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്. ആ ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ ഞങ്ങൾ ആക്രമിച്ച് തകർക്കും. അപ്പോൾ അതിൽ ഒരു കൃത്യതയുണ്ട്. ഇതൊക്കെ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം നടത്തിയത്. തുടർ ആക്രമണങ്ങളുണ്ടാകും. ഇത് ഒരു കൃത്യമായ മെസ്സേജാണ് ലോകത്തിന് കൈമാറുന്നത്. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ 2ാം വാർഷികം 2023 ആക്രമണം, ഒക്ടോബർ 7. ഇന്നിപ്പോൾ സെപ്റ്റംബർ പകുതിയോളമായി. ഒക്ടോബർ 7 ഇനി അധിക ദൂരമില്ല. 2 വർഷം തികയുന്നതിന് മുൻപ് ഹമാസിനെ നിലംപരിശാക്കുക, അതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. മറുവശത്ത് ഇപ്പോഴും ഹമാസ് നെഗോഷിയേഷനുമായി മുന്നോട്ട് പോകുന്നത് അവരുടെ പക്കലുള്ള 20 ബന്ദികളുടെ ജീവൻ വെച്ചിട്ടാണ്. ഇസ്രായേലിന് മുന്നിൽ ഈ കഴിഞ്ഞ ചർച്ചയിൽ ഹമാസ് വെച്ച ഉപാധി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസ മുനമ്പിൽ നിന്ന് പിൻവാങ്ങുക, ഗസയുടെ ഭരണം ഹമാസ് തന്നെ തുടരും. ഈ ഒരു നിബന്ധന അംഗീകരിച്ചാൽ ജീവനോടെയുള്ള ബന്ദികളെ വിട്ടയക്കാമെന്നതാണ് ഹമാസിൻ്റെ ഒരു വാഗ്ദാനം. പക്ഷേ ഇതിനെ ഉൾക്കൊള്ളാൻ നെതന്യാഹുവിനോ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിനോ IDFനോ കഴിയില്ല. ആ 20 ബന്ദികളുടെ ജീവൻ വെച്ച് എത്ര കാലം ഇങ്ങനെ വിലപേശിക്കൊണ്ടിരിക്കും? മറുവശത്ത് ഗസ മുനമ്പിൽ അവശേഷിച്ച 3 വലിയ ബഹുനില കെട്ടിടങ്ങൾ കൂടി ഇന്നലെ ഇസ്രായേൽ തകർത്തു. ഗസ സിറ്റിയിൽ ഇതുവരെ തകർത്ത ഏകദേശം 30 മുതൽ 40 വരെ വലിയ ബഹുനില മന്ദിരങ്ങളാണ്. ഒന്നുമില്ല
എല്ലാം ശൂന്യമാക്കപ്പെട്ടു. അതെ, അവിടുന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഗസ പൂർണ്ണമായും ശൂന്യമാക്കപ്പെട്ടു. ഇനി അവിടെ തരിപ്പണമാക്കാനൊന്നുമില്ല. ഹമാസിൻ്റെ കുറച്ച് നേതാക്കൾ മാത്രം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഈ പറഞ്ഞതുപോലെ ഗസയിൽ കയറിക്കൊണ്ട് തന്നെ, അതായത് പട്ടാളം കയറിക്കൊണ്ട് തന്നെ ഇവർക്ക് പൂർണ്ണമായും നശിപ്പിക്കാം. പക്ഷേ ഇപ്പോഴും പലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറം മറ്റൊരു രാഷ്ട്രീയ വശം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഖത്തറിലെ ആക്രമണം ഒക്കെ ഉൾപ്പെടെ രാഷ്ട്രീയ വശം നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിൻ്റെ ഒരു സ്വകാര്യമായിട്ടുള്ള ആഗ്രഹമല്ലേ, അഹങ്കാരമല്ലേ അത്? അല്ല, നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ലോകം കണ്ട ഏറ്റവും വലിയ പോരാളിയാണ്. നെതന്യാഹുവിൻ്റെ ഒരു പോരാട്ട വീരൻ നമ്മൾ കാണേണ്ട 1999 ഇപ്പോൾ ഇവർ മിസൈലിലൂടെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഖാലിദ് മിഷാൽ അന്ന് ജോർദാനിലാണ് ഒളിവിൽ കഴിഞ്ഞത്, ജോർദാനിലെ അമ്മാനിൽ. അന്ന് 1999 മൊസാദ് ഏജൻറ്റുമാർക്ക് അന്ന് നെതന്യാഹു ഒരു നിർദ്ദേശം നൽകി. ഖാലിദ് മിഷാൽ ജീവിച്ചിരുന്നാൽ ഇസ്രായേലിന് ഏറ്റവും വലിയൊരു അപകടകാരിയാകുമെന്ന് നെതന്യാഹു അന്നേ തിരിച്ചറിഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ്, 26 വർഷം മുമ്പ്. ഇപ്പോൾ ഖാലിദ് മിഷാലിൻ്റെ പ്രായം 68 അപ്പോൾ അന്ന് ചെറുപ്രായമാണ് മിഷാലിന്. ദൗത്യം ഏറ്റെടുത്ത മൊസാദ് അന്ന് മിഷാലിനെ ജോർദാനിലെ അമാനിലുള്ള ഒരു തെരുവിൽ വെച്ച് കണ്ടുമുട്ടുന്നു. വളരെ വേഷപ്രച്ഛന്നരായി സാധാരണ ജോർദാനികളെ പോലെയാണ് അവർ നടന്നു വരുന്നത്. ഇയാളുടെ ദേഹത്തേക്ക് പെട്ടെന്ന് വിഷദ്രാവകം തളിച്ചു. ഖാലിദ് മിഷാൽ എന്ന് തിരിച്ചറിഞ്ഞില്ല, പക്ഷേ ഇയാൾക്ക് സുരക്ഷ നൽകിയ ജോർദാനിയൻ പോലീസിലെ ചില അംഗരക്ഷകർ ഇത് കണ്ടു. അവർ പെട്ടെന്ന് തന്നെ അപകടം മണത്തു. ജോർദാൻ അധികൃതരെ അറിയിച്ചു, ജോർദാൻ രാജാവിനെ വിവരം അറിയിച്ചു. ഇയാൾ ഖാലിദ് മിഷാൽ അന്ന് കോമയിലേക്ക് പോയി. 2 ദിവസമാണ് കോമയിൽ കഴിഞ്ഞത്. അന്ന് ജോർദാൻ രാജാവ് ശക്തമായി ഇടപെട്ടു. ജോർദാൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുന്നത്, ഖാലിദ് മിഷാൽ കൊല്ലപ്പെടുന്നത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലധികമാണ്. അന്ന് സമാധാന ചർച്ച കഴിഞ്ഞ് ഒരു കരാർ ഒപ്പിടാനായി മാറ്റിവെച്ചിരിക്കുക. ഔദ്യോഗിക കരാർ നിലവിൽ വന്നിട്ടില്ല. ഇസ്രായേലിനും ഒരു കരാർ അനിവാര്യമാണ്. അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിനൊരു പരിസമാപ്തി വേണമല്ലോ. അന്ന് നെതന്യാഹു ഒടുവിൽ വഴങ്ങി. നെതന്യാഹു മരിക്കാറായി കിടക്കുന്ന ഖാലിദ് മിഷാലിന് മൊസാദ് തന്നെ മറുമരുന്ന് നൽകി. ആ വിഷദ്രാവകത്തിന് ഒരു മറുമരുന്നുണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ. മറുമരുന്ന് നൽകി 2 ദിവസം കഴിഞ്ഞാണ് അയാൾ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. അപ്പോൾ അന്നേ കുറിച്ചിട്ട ഒരു പക പിന്നീട് ജോർദാൻ സർക്കാർ തന്നെ ഇതേ ഖാലിദ് മിഷാലിനെ 2 വർഷങ്ങൾക്ക് ശേഷം ജയിലിലാക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഇസ്രായേലിനെ തകർക്കാൻ ഒരു ആത്യന്തിക പ്രതിജ്ഞ ചെയ്ത് അയാൾ കളത്തിലിറങ്ങിയതാണ്. എല്ലാ ഹമാസ് നേതാക്കൾക്ക് പിന്നിലും ഇത്തരം ചില കഥകളുണ്ട്. ഒരു കാലഘട്ടം നിറയെ ഇസ്രായേലിൻ്റെ നോട്ടപ്പുള്ളികൾ, മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവർ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൊസാദിനൊപ്പം ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഷിൻബെറ്റ്. നമ്മൾ എത്രമാത്രം ഇഫക്റ്റീവായി ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ IDFനെ സഹായിക്കുന്നുവെന്ന് ഗസാബുനമ്പിൽ കണ്ടതാണ്. ഷിൻബെറ്റിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ ലെബനനിലെ ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ കണ്ടതാണ്. അന്ന് അവരുടെ ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള സ്ഫോടന പരമ്പര നടത്തിയതിന് പിന്നിൽ ആ ടണലുകൾക്കുള്ളിലെ കൃത്യതയാർന്ന രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിലൊക്കെ IDFന് വലിയ പങ്ക് അന്നേ ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ലോകത്തിൽ ഏത് രാജ്യത്തിന് നേർക്കും ആക്രമണം നടത്താൻ കഴിയുമെന്ന് ഓരോ ദിവസവും കഴിയും തോറും ലോകത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഹൂതികൾക്ക് നേരെ നടന്ന ആക്രമണം നമ്മൾ കണ്ടാണ്. ഹൂതി മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർ, അവരുടെ പ്രധാനമന്ത്രി അടക്കം കൊലപ്പെടുത്തുന്ന കാഴ്ച. ഇതാ ഏറ്റവും ഒടുവിൽ ഖത്തറിലെ ദോഹയിലേക്ക് ഈ ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. ഭീകരരെ ഒളിപ്പിച്ചാൽ ഇത് ഇസ്രായേലിൻ്റെ ഒരു ഒറ്റയാൻ പോരാട്ടം എന്ന് നമ്മൾ പറയുമ്പോഴും കാണുമ്പോഴും അതിലപ്പുറത്ത് ഈ ഭീകര സംഘങ്ങളെ, ഭീകരകൂട്ടങ്ങളെ അമർച്ച ചെയ്യാനുള്ള അമേരിക്കയുടെ ഒരു പിന്തുണയും നിശ്ചയദാർഢ്യവും ഈ ആക്രമണത്തിന് പിന്നിലുണ്ട്. വരും ദിവസങ്ങളിലും ദോഹയിലെ കൂടുതൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇസ്രായേലിൻ്റെ തന്നെ ഔദ്യോഗിക വിശദീകരണം വരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിമർശനങ്ങൾ കേൾക്കും, പക്ഷേ ഈ വിമർശനങ്ങൾക്കൊടുവിൽ ഇത് ഇസ്രായേലിന് ആത്യന്തിക നേട്ടമുണ്ടാക്കുമെന്ന്. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസം. ഇസ്രായേലിനെ ആക്രമിക്കാൻ കെൽപ്പുള്ളവർ, ധൈര്യമുള്ളവർ അധികമില്ല. അതെ, തീർച്ചയായിട്ടും ഒരു പുതിയ വഴി വെട്ടി എന്ന് ഇസ്രായേൽ പറയുമ്പോഴും തീവ്രവാദത്തിന് നമ്മളും എതിര് തന്നെയാണ്. തീവ്രവാദികളെ നശിപ്പിക്കുക തന്നെ വേണം. അത് ഒരു രാജ്യത്തിന് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കെല്ലാം ഹാനികരമായിട്ടുള്ള ഒരു വിഭാഗം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഗാസയിലെ ജനങ്ങൾ, പലസ്തീനിലെ സാധാരണ ജനങ്ങളെ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഹമാസിനെ പൂർണ്ണമായും അവശേഷിപ്പിക്കുമെന്ന ഇസ്രായേലിൻ്റെ ഒരു പ്രതിജ്ഞ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അല്ലേ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.